ഹലോ. ഇന്നേ അമ്മണീസ് ഓസ്ട്രേലിയൻ കിച്ചണിൽ കാണിക്കാൻ പോണത് എന്നാന്നറിയോ? മത്തയില തോരൻ. മത്തയിലയും കൊണ്ടൊരു തോരൻ ഉണ്ടാക്കാം. ഇത് കണ്ടോ, ഇതാണ് മത്തയില. അറിയാത്തവർക്കായിട്ട് പറയാ, ചെറിയപ്പക്കാര് പിള്ളേർക്ക് ചിലപ്പോ അറിഞ്ഞെന്ന് വരില്ല, അതുകൊണ്ടാണ് കാണിച്ചു തരുന്നത്. ഇതാണ് മത്തയില. കുമ്പളം മത്ത എന്നൊക്കെ പറയില്ലേ, കുമ്പളം മത്തം വെള്ളിരി, ആ ഇനത്തിൽപ്പെട്ട മത്ത എന്ന് പറഞ്ഞ ഇലയാണിത് കേട്ടോ. അപ്പൊ നമുക്കേ ഒരു കാര്യം ചെയ്താലോ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് മത്തയില അരിഞ്ഞു വെച്ചേക്കണത് കണ്ടോ. ഇതാണ് മത്തയില അരിഞ്ഞു വെച്ചേക്കണത് കണ്ടോ. ഞാൻ കുരുകുരൂന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കണ്ടോ. ഇത് ഒന്ന് കീറി ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞു വെച്ച, കഴുകി വൃത്തിയാക്കി കുരുകുരൂന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാൻ പോണത് സ്റ്റാർട്ട് ചെയ്താലോ. സ്റ്റൗ ഓൺ ആക്കാം. ഉള്ളി 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 കരിയാപ്പില ഇഞ്ചി എല്ലാം അരിഞ്ഞത് നമുക്കിടാം കേട്ടോ. അല്പം ഇഞ്ചിയും കൂടി ഇട്ടു. ഇഞ്ചി ഇതെല്ലാം കൂടി ഇങ്ങനെ മൂത്ത് വരുമ്പോ അങ്ങനെ അതേ കുറച്ച് ഒരു പച്ചമുളക്, ഇവിടെ അധികം എരിവ് വേണ്ട, അതുകൊണ്ട് കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് ഒരു പച്ചമുളക്, തേങ്ങ ചുരണ്ടിയതല്ല, ക്രഷ് ചെയ്താണ് കേട്ടോ. കുറച്ച് ക്രഷ് ചെയ്തെടുക്കാനാണ് ചട്ടി ഇത് മിക്സിയിലിട്ടിട്ട്. വേണ്ട തേങ്ങയും കുറച്ച് ഉള്ളിയും ഇച്ചിരി കരിയാപ്പിലയും കൂടെ, പച്ചമുളക് ഇട്ടു. തേങ്ങ കൊത്തും കരിയാപ്പിലയും കൂടി ഇടുക കേട്ടോ. അതെ, ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അങ്ങനെ ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഉള്ളി മൂക്കട്ടെ, നമുക്ക് ഉള്ളി മൂക്കട്ടെ. അപ്പൊ ഇപ്പൊ ഉള്ള പഴയ കാലത്ത് എല്ലാവരും പണ്ട് കാലത്തൊക്കെ മത്തയുടെ ഇല ഇതൊക്കെ കറി വെക്കുമായിരുന്നു. പല പല ഇലകള് കറി വെക്കും. മുരിങ്ങയില, ഒത്തിരി ഇലകള് കറി വെക്കുമായിരുന്നു. ഇന്നിപ്പോ ആരും, ചീര തന്നെ ഒത്തിരി തരം ഐറ്റംസ് ചീരകളുണ്ട്, അങ്ങനെയൊക്കെ കറി വെക്കുമായിരുന്നു. ഇപ്പൊ ആരും ഇലകളൊക്കെ കറി വെക്കാൻ, കൂടിയ ചീരയില അങ്ങനെ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ വെക്കുള്ളൂ. നമ്മുടെ വീട്ടിലും പറമ്പിലും തൊടിയിലും ഒക്കെ ഉണ്ടാവുന്ന എല്ലാ സാധനങ്ങളും മിക്കതും നമ്മള് തഴുതാമയും കൊണ്ട് വെക്കും. അങ്ങനെ എന്തെല്ലാം സാധനം കൊണ്ട് നമ്മൾ ഇലക്കറി വെക്കും. ഇപ്പത്തെ പിള്ളേർക്കൊന്നും അറിയില്ല അതൊന്നും. നമുക്കിപ്പോ ഇത് വെക്കാം. അല്പം മഞ്ഞപ്പൊടി ഇടണം കേട്ടോ. മഞ്ഞപ്പൊടി ഒരു സ്വല്പം മഞ്ഞപ്പൊടി ഇട്ടേക്കാം. വന്നു തുടങ്ങി. ഒത്തിരി മൂക്കണ്ട. പിന്നെ ഈ ഇതും കൂടെ തോരനാക്കുമ്പോഴേ ചീൻചട്ടിയുടെ ചൂടുകൊണ്ട് ആ സബോളയൊക്കെ പെട്ടെന്ന് അങ്ങ് മൂപ്പ് കൂടുതലാവും. വെള്ളമില്ലാത്ത സാധനല്ലേ, അത് നമുക്ക് കുറച്ച് മൂത്താൽ മതി. നമുക്കിനി വാരിയിട്ടാലോ. കുറേശ്ശെ വില നന്നായിട്ടുണ്ട്. വില ഇത്തിരി കൂടുതലാണ്, അതുകൊണ്ട് ചീൻചട്ടിയില്, നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഉരുളിയില്, ഇത് വലിയ ചെറുതരം ഉരുളിയിലിട്ടത് കൊണ്ട് പെട്ടെന്ന് ഇളക്കിയെടുക്കാം. ഇവിടെ ഇപ്പൊ ഇച്ചിരി തിക്കാണ് പാത്രങ്ങൾ. നമുക്കൊരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. അപ്പൊ പെട്ടെന്നൊന്ന് അവിയട്ടെ. അടപ്പ് വയ്ക്കണോ? അതേ, കണ്ടപ്പോ ഒരുവിധം അവിഞ്ഞൂട്ടോ. ഏത് ഒതുങ്ങി, വിലയൊന്നും ഒതുങ്ങിയിട്ടുണ്ട്. അപ്പൊ ചീൻചട്ടിയില് കൊള്ളും. നേരം ചീൻചട്ടിയില് കൊള്ളില്ലായിരുന്നു കണ്ടോ. ഇനി നമുക്കേ ഈ നാളികേരം ഉപ്പിട്ട് കൊടുക്കട്ടെ. ശരിക്കും ഉപ്പിട്ടു. ഇനി നമുക്ക് ഈ നാളികേരം ഉണ്ടല്ലോ, കുറേശ്ശെ ഇട്ട് കൊടുക്കാം. പണി കഴിഞ്ഞു പെട്ടെന്ന്. ഇനിയിപ്പോ ഒന്ന് ഇളക്കി എടുത്താൽ മതി. ഇളക്കി അതൊന്ന് ഉലർത്തി എടുത്താൽ മതി കേട്ടോ. ശരിയായി. ഇനിയിപ്പോ അധികം നോക്കാം. മഞ്ഞ കളർ കുറവുണ്ടോ? മഞ്ഞപ്പൊടി ഇച്ചോട് വെക്കുന്നു, നോക്കട്ടെ.
നന്നായിട്ട് നാളികേരവും കൂടിയിട്ടുണ്ട് കേട്ടോ. തേങ്ങയൊക്കെ ശരിക്കും കൂടി. ചീര പോലെ പെട്ടെന്ന് വെന്ത് കുഴയില്ല കേട്ടോ. വെന്ത് കുഴഞ്ഞൊന്നും പോവില്ല. അല്പം ഉപ്പും കൂടെ വേണം തോന്നണം. എരിവൊക്കെ ഉണ്ട്, നല്ല എരിവുള്ള മുളകത്. അതേ കണ്ടോ കൂട്ടുകാരെ, നമ്മുടെ മത്തയില ഉപ്പേരി. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. മത്തങ്ങ നട്ടിട്ടുള്ളവരൊക്കെ ഒന്ന് നോക്കണേ, എന്നിട്ടൊന്ന് അഭിപ്രായം പറയണം. എങ്ങനെയുണ്ടെന്ന് അറിയാം നമുക്ക്. അതേ സമയത്ത് നമ്മളിപ്പോ ചീരയിലെ ഒരുത്തണമെങ്കിൽ ചീര അങ്ങ് അവിഞ്ഞ് അങ്ങ് പെട്ടെന്ന് മൂടിയൊക്കെ വെച്ചാൽ അങ്ങ് ഇതായി പൂട്ട് കണ്ടോ, നല്ല ബലമായിട്ട് നിൽക്കണം. നല്ല എന്താ പറയാ, അങ്ങനെ ഉടഞ്ഞു പോകില്ല. കണ്ടോ? ശരിക്കും എനിക്ക് ഇപ്പോഴും 2 സ്പൂൺ 2 ചട്ടകം വേണം. എന്നാലാ ശരിക്ക് മറിക്കുമ്പോ ശരിക്കും തിരിഞ്ഞു വരും. ഉണ്ടോ? മറ്റേ അങ്ങനെ ഒരു തവി കൊണ്ട് തോണ്ടിക്കൊണ്ട് നിൽക്കണം. 2 ചട്ടകം എടുക്കുക, 2 കൈ കൊണ്ട് നന്നായിട്ട്. ഇത് ഇല കൊണ്ടുവന്ന് കഴുകി നമ്മൾ വൃത്തിയാക്കി ഒന്ന് വെള്ളം വലിഞ്ഞ് വെള്ളം തോർന്ന് കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇല ഒന്ന് പിച്ചി പിന്നെ ഒന്ന് കീറി എന്നിട്ട് അങ്ങ് അരിയുക. ഇനി മൂടി വെക്കണ്ട. ചീര ഇതാ. ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല, സംഗതി ശരിയായി. ഞാൻ നോക്കട്ടെ, ഉപ്പുണ്ടോ എരിവുണ്ടോ എന്ന് നോക്കട്ടെ. നമ്മുടെ ഇതാ മത്തയില തോരൻ ഇതാ കണ്ടോ. ഇതിങ്ങനെ കണ്ടോ, യാതൊരു ഉടച്ചിലും പറ്റിയിട്ടില്ല. അവനെന്നെ ഡ്രൈ ആയി തന്നെ ഇരിക്കണേ, ഒട്ടും വെള്ളമയം ഇല്ല. ചീരയാണെങ്കിൽ ഇപ്പൊ ഉടഞ്ഞങ്ങ് അട പോലെയാവും. ചീര അങ്ങ് കുഴഞ്ഞു പോവും. ഇത് കുഴഞ്ഞു പോവില്ല കേട്ടോ. ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കിക്കോ. മുരിങ്ങയിലയുടെ അത്രയും കുഴഞ്ഞു പോവില്ല. ഒരു മക്കുമില്ല, ഒന്നുമില്ല. നല്ല ടേസ്റ്റാ. വളരെ പോഷക ഗുണമുള്ളതും നല്ലതുമാണ്. സാധാരണ നമ്മള് മുരിങ്ങയില ചീരയില ഒക്കെ ഉണ്ടാക്കും പോലെയല്ല ഇത് ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമാണ്. കാരണം കുഴഞ്ഞൊന്നും പോവില്ല. പിള്ളേർക്കൊക്കെ സുഖം ഉണ്ടാക്കാനായിട്ട്. എങ്ങനെയാന്ന് വെച്ചാ മത്തയുടെ കൂമ്പിന്ന് ഒരു 2 ഇല വിട്ട്, ഒരു കൂമ്പില് ഇളം ഇലകളാണ് നമ്മൾ ഒടിച്ചെടുക്കണം കേട്ടോ. കടലോട്ട ഇല എടുക്കരുത്. ഇളം ഇലകള്, അതായത് തുമ്പിന്ന് 2 ഇല വിട്ടിട്ട്, അത് കൂമ്പിട്ടല്ലോ, കൂമ്പിന്റെ അവിടുന്ന് 2 ഇല വിട്ടിട്ട് 2-3 ഇല വീതം എല്ലാத்தைയും നിങ്ങളുടെ അടത്തിയെടുക്കുമ്പോ നമുക്ക് ഇല കിട്ടും. അപ്പൊ നമുക്ക് നിർത്തിയാലോ, ഓഫ് ചെയ്യാം നമുക്ക്. എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സഹകരിക്കുക.